ഓ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തുണ്ട് വിശേഷം? എന്തൊരു വിശേഷം മകളെ? ഞാൻ വിചാരിച്ച അങ്ങ് സിംഗപ്പൂർ വൈഫിന്റെ കൂടെ പോയി ലൈഫൊക്കെ സെറ്റ് ആയിരുന്നു. ലൈഫ് സെറ്റ് ആവുന്ന അത് ഈ ജമ്മ നടക്കൂലോ മകളെ. അങ്ങനെയൊന്നും പറയാതെ. അമ്മ ഉണ്ടല്ലോ. അമ്മ എന്താണ് ലച്ചു? നമ്മുടെ സഹോദരൻ വന്നേക്കണ്. ഇതാര്? ബാസിയാ? മാമി ബാസിയെ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മളെവിടെ പോവാ മാമി? ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ച പ്രാവച്ചമ്പലത്തായിരിക്കും. പ്രാവച്ചമ്പലത്തൊന്നുമല്ല, ഇവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, അവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു. ഞാൻ വിചാരിച്ചേ നീ വീട് നാടുമൊക്കെ വിട്ടു പോയി കാണുമെന്ന്. വീട് നാടിട്ട് എവിടെ പോവാൻ? എവിടെ പോയിട്ട് എന്തിനു ആരിയിരിക്കുന്നത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്തളെങ്കിലും കാണും നോക്കായി. വേറെ ഒരിടത്തും പോയിട്ട് ആരുമില്ല മാമി. എടാ പ്രാവിച്ചമ്പലം നീ എപ്പോ വന്ന്? അയ്യോ മാമിയെ കൂടെ ഉണ്ടായിരുന്നാ? ആ ഞങ്ങള് കൊറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ആരും വിളിച്ചു പറഞ്ഞില്ലേ? കേശുവേ പറ്റിക്കാൻ പറഞ്ഞത്. ചുമ്മാതാടാ, ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നു. അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. മാമി ഇരിക്കി. അല്ല അച്ഛൻ വിളിക്കൂലേ? അച്ഛനാ? ഇവിടെ വിളിക്കുന്ന അവനെ മാത്രമേ ഉള്ളൂ, വേറെ ആരെ വിളിക്കാതിരിക്കുന്നു. അവൻ വിളിച്ചാൽ എടുക്കും, വല്ല വർത്താനം പറയും, വയ്ക്കും. സൗണ്ട് എന്താ വല്ലാണ്ട് ശബ്ദം? സൗണ്ട് വരെ പോയി. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാര്യമായിട്ട് ഇടയ്ക്ക് സൗണ്ട് വരെ പ്രശ്നമായി 3-4 ദിവസം. അതെന്ത് പറ്റിയതാ? എന്നാ നീർവീഴ്ചയായിരിക്കും. ചൂടുവെള്ളം വല്ല വേണോ? വേണ്ട വേണ്ട ഒന്നും. ഇരിക്കിരിക്കല്ലേ നീ ഇരിക്ക. അയ്യോ മാമി ഇരിക്കുകയാണ്, മുട്ടും വയ്യാതെ മാമി. മുട്ടിനൊന്നും കുഴപ്പമില്ല ഇപ്പൊ. ഡ്രസ്സെല്ലാം തോന്നും ആര് നോക്കണത് കാര്യമില്ല. ഡ്രസ്സ് എടാ വാസി, നിനക്ക് കൂട്ടുകാരോ അടുത്ത ബന്ധുക്കളോ ഒന്നും ഇല്ലേ? ഉണ്ട് ഉണ്ട്, നല്ല കൂട്ടുകാരുണ്ട്, വലിയ ബന്ധുക്കളൊക്കെ ഉണ്ട്. പ്രാവച്ചമ്പലത്തെ വലിയ കുടുംബമൊക്കെയാണ്. നമ്മളാരും മൈൻഡ് ചെയ്യൂ. പണം വേണം, പ്രതാപം വേണം, ജമ്മിയായിരിക്കണം, ഒന്നുമില്ല. അതുകൊണ്ട് ആരുമില്ല. പണമില്ലാത്തവൻ്റെ സ്നേഹം പട്ടിക്ക് വല്ലതും വേണ്ട. പാറുവേ ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ കഴിച്ചേട്ടാ. റേഷൻ അരി കുറച്ച് വാങ്ങിച്ചിരുന്നു, കുറേ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചില്ല, അത് അവസാനത്തെ കഞ്ഞിയാണ്. ഇതിൽ അരി തീർന്നു. എടാ പലവ്യഞ്ജന കടയിലോട്ട് പോയാൽ പോരെ, സാധനം മേടിക്കരുതോ? ചെന്ന് കയറി കൊടുത്താൽ മതി. അവൻ കഴുത്തി കുത്തിപ്പിടിച്ച് അവിടെ നിർത്തും. അവനെ പേടിച്ചാണ് ഞാൻ വീടിനകത്തിരിക്കുന്നത്. 10,000 കൊടുക്കാനുള്ളതാണ്. എന്തൊരു ജീവിതവാസി. ഭാര്യ അവിടെ, നീ ഇവിടെ, കുടുംബം പ്രാവിച്ചമ്പലത്ത്. ചില ജന്മങ്ങൾ അങ്ങനെയാണ് മാമി, ഒരു ഗുണം പിടിക്കില്ല. ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊരു പ്രത്യേകത ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല. എങ്ങനെ അങ്ങ് പോകാൻ പോവും. പിന്നെ ഒരു ദിവസം കാറ്റ് പോയാൽ ആരും അറിയില്ല. പിന്നെ വല്ലപ്പോഴും വിളിക്കുമല്ലോ അളിയേ, ആര് ബാലു അളിയേ. അളിയൻ വിളിച്ചാൽ ചിലപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും. കണ്ടു കഴിഞ്ഞാൽ എവരെയും കൂടെ അറിയിച്ച് വിളിച്ചുകൊണ്ടുവന്ന് ഇവരെല്ലാം കൂടെ കൊണ്ടുപോയി കത്തിക്കും. പിന്നെ ബലിയുടെ മക്കൾ കാണൂടാ. എന്തര് ബാസിണ്ണ നിർത്തേ, നീ പറയല്ലേട്ടോ ഇങ്ങനെയൊന്നും. ഇല്ല ലച്ചു മകളുടെ അമ്മയുടെ ഫോൺ എടുത്തു മേശക്കകത്തുണ്ട്. സത്യം പറഞ്ഞാലേ ഈ വിഷമം പറയാൻ ആരുമില്ല. നിങ്ങളെ കാണുമ്പോൾ അറിയാതെ വരുന്നു പറഞ്ഞു പോകുന്നത്. കട്ടിന്റെ പുറത്ത് നോക്കിയാ ലച്ചു, കട്ടിന്റെ പുറത്ത് കിടപ്പുണ്ട്. ഞാൻ പോട്ടാ, അവിടെ നിക്ക്, പോവല്ലേ? ഇല്ല ചെന്നിട്ട് വന്നിട്ട് കാര്യം കൊണ്ടുവന്നേ. എന്നാ കടയിൽ കൊടുക്കാനുള്ള 5000 രൂപയല്ലേ? അത് വിട്. അത് വിടെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവിടെ നിക്ക്, ലച്ചു കൊണ്ടുവന്നേ. ഞാൻ പോണെന്ന്. അണ്ണാ ഒരു മിനിറ്റ്, ഞാനേ അണ്ണൻ്റെ അക്കൗണ്ടിൽ ഒരു 8000 രൂപ ഇട്ട് തരാം. പൈസ മേടിക്ക്. ഒരു മിനിറ്റ്. 8000 ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 5000 കടയിൽ കൊടുത്തിട്ട് 3000 കയ്യിൽ വെച്ചോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. എന്താ വാങ്ങിക്കാം ഞാൻ, പക്ഷെ കിടന്ന് ഒരേ വിളിയായിരിക്കും അവൻ. ശ്രീ വിളിക്കൊന്നുമില്ല. ശ്രീ അല്ല, പിന്നെ എൻ്റെ അച്ഛൻ. അച്ഛൻ ഇല്ല, അച്ഛൻ വിളിച്ചൊന്നും പറയൂല. ഞാൻ പറയാം. ഒന്നും പറയില്ല. പിന്നെ പറയാം 1000 2000 എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദന കേസാണ്. വൈകിട്ട് വരെ വിളിച്ചോണ്ടിരിക്കും രാവിലെ ഒരു. ചിരിക്കാൻ പറഞ്ഞല്ല, സത്യം പറഞ്ഞാണ്. ഒരു തൊല്ലാരുമില്ല. അതിനേക്കാളും അറിയിക്കാതിരുന്നാൽ ഞാൻ പൈസ വാങ്ങിക്കാം. ഞാൻ അറിയിക്കണില്ല, പോരെ? ശരി പോട്ടെ. ഇത് പറ്റിണ്ട ഭയങ്കരമായിട്ട് വേർത്തല്ലേ? ടെൻഷൻ വല്ലതും ഉണ്ടോ? വേറെ ആരും ഇല്ലല്ലോ. ഇല്ല കാണുമ്പോൾ നെഞ്ചലായി പോകണം. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഓ മാമിയേ, മകളെ ശരിയാ കളിക്കല്ല പറഞ്ഞേ. കർമ്മം ചെയ്യാൻ നീ എങ്ങനെ വേണം മാമന്റെ? എന്തെങ്കിലേ പോട്ടാ. ഓ മാമിയേ, ഇടയ്ക്ക് വാ. ടാറ്റാ. നീ മതി. വാസന്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറെ സെന്റ് ഇറക്കലുണ്ട്. മനുഷ്യനെ വല്ലാണ്ടാക്കിയിട്ടേ പോകുള്ളൂ. പോയോ? പോയി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.